തോട്ടം തൊഴിലാളികളുടെ പട്ടിണിയിൽ ആനന്ദം കാണുന്ന സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് കെ മുരളീധരൻ. പോപ്സ് തോട്ടം തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KPW യൂണിയൻ, HRP യൂണിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ നടത്തിയ കൂട്ടധർണ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. തോട്ടം തൊഴിലാളികളുടെ പട്ടിണിയിൽ ആനന്ദം കാണുന്ന സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാരെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. തൊഴിലാളികളുടെ ദുരിത വിഷയത്തിൽ സർക്കാരിനോ തൊഴിൽ വകുപ്പിനോ യാതൊന്നും ചെയ്യാൻ കഴിയാത്തത് സർക്കാരിന്റെ തികഞ്ഞ പരാജയമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓണക്കാലം അടുത്തിട്ടും ദുരിതമനുഭവിക്കുന്ന തോട്ടത്തിലെ തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുവാൻ തയ്യാറാകണം. ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം പതിവായിട്ടും അതിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികളുടെ വിഷയത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ സമരം തിരുവനന്തപുരത്തേക്ക് വ്യാപിപ്പിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. പോപ്സ് ഗ്രൂപ്പിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 6 മാസക്കാലമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ, ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ എന്നീ INTUC സംഘടനകളുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തോട്ടം തൊഴിലാളികൾ നടത്തിയ ധർണയും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ദിവസം പോലും സൗജന്യ റേഷൻ കൊടുക്കാൻ തയ്യാറാവാത്ത സർക്കാർ, ആ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ വിചാരണ ചെയ്യാൻ നടക്കുന്നത് അത് ഈ സർക്കാരെ ശിക്ഷിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. കാരണം പട്ടിണി നടക്കാൻ പറ്റും. ഇവരൊക്കെ ആരോഗ്യത്തോടെ വന്ന് പിണറായിക്കെതിരെ ഒട്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യം ഇവർക്ക് എപ്പോഴും പെട്ടെന്ന് തോട്ടങ്ങൾ തുറക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. കമ്പനിക്കാരെ വിളിച്ച് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എല്ലാവരും എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്? സർക്കാർ എന്ത് സഹായം ചെയ്താൽ നിങ്ങൾക്ക് ഇത് തുറക്കാൻ പറ്റും? അത് ചോദിക്കട്ടെ. രണ്ടും കേട്ടു ആക്കാനാണോ? എന്നോട് മന്ത്രിയുടെ ആവശ്യമുണ്ടോ? എന്റെ സെക്രട്ടറിയിലെ പ്യൂൺ അയച്ചാണോ? എന്തിനാണ് മന്ത്രി? എന്തിനാ ഇത്രയും ശമ്പളം കൊടുത്തിട്ട് മന്ത്രിമാരെന്തിനാണ്? അവസാനം ഞാൻ പറഞ്ഞത്, അടിസ്ഥാന പ്രശ്നങ്ങൾ വരുമ്പോ പാർട്ടി സെക്രട്ടറിക്കെതിരെ ആക്ഷേപം വരുമ്പോ ഇതൊക്കെ മറയ്ക്കാൻ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരം നടത്തിയാൽ, സമരാഭാസം നടത്തിയാൽ അത് കേരളത്തിൽ ചെലവാകില്ല. ഈ തൊഴിലാളികളെ സംരക്ഷിക്കും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനോടൊപ്പം നിന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നത്, ഈ പാവ തൊഴിലാളികളെ ഒരു നോൺ വെജിറ്റേറിയൻ സമരത്തിലേക്ക് ദയവായിട്ട് കഴിയുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിനൊക്കെ പറ്റുന്നത്. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM അഗസ്തി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ, അഡ്വക്കേറ്റ് സിറേഖ് തോമസ്, ഷാജി പൈനാടത്ത്, PR അയ്യപ്പൻ, രാജാ മാട്ടുകാരൻ, PK രാജൻ, റോബിൻ കാരക്കാട്ട്, KS സിദ്ദിഖ്, പാപ്പച്ചൻ വർക്കി, TM ഉമ്മർ, രാജൻ കൊഴുമാക്കൽ, ബാബു ആൻഡപ്പൻ, S ഗണേശൻ, PT വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. രാവിലെ ആരംഭിച്ച ധർണ DCC പ്രസിഡന്റ് CP മാത്യു ആണ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.